കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വിസിയുടെ നടപടിക്ക് ഹൈക്കോടതി അടിയന്തര സ്റ്റേ അനുവദിച്ചില്ല. ഇതൊരു സസ്പെൻഷൻ മാത്രമാണെന്നും ഭാരതമാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് നഗരേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, അനിൽകുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിക്കുന്നു. ഒപ്പം തന്നെ ജസ്റ്റിസ് നഗരേഷിന്റെ വിമർശനം എന്താണ് വിഷയത്തിൽ? അടിയന്തരമായി തന്നെ ചാൻസലർ തന്നെ പുറത്താക്കിയ നടപടി, സസ്പെൻഡ് ചെയ്ത നടപടി സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു ഡോക്ടർ അനിൽകുമാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പ്രത്യേകിച്ച് സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ചല്ല ഗവർണറുടെ നടപടി, അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്, സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണ് ഇപ്പോൾ ചാൻസലർ തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയെടുത്തതെന്നുൾപ്പെടെയുള്ള വാദങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും തുടക്കത്തിൽ അത് സർവകലാശാലയുടെ വിശദീകരണം കൂടി വന്ന ശേഷം അതിനകത്തൊരു അന്തിമ തീരുമാനം, മൺഡേ വീണ്ടും വാദം കേൾക്കാമെന്നതുൾപ്പെടെയുള്ള നിലപാടിലേക്കായിരുന്നു കോടതി പോയത്. പക്ഷേ ഈ വിഷയത്തിൽ കുറച്ചുകൂടി അടിയന്തര പ്രാധാന്യമുണ്ട്. തനിക്ക് നിക്ഷിപ്തമല്ലാത്ത അധികാര പരിധി ഉപയോഗിച്ചാണ് ചാൻസലർ അത്തരത്തിലുള്ള ഒരു നടപടി എടുത്തത്. അതുകൊണ്ട് ആ നടപടി റദ്ദാക്കാൻ കോടതി ചില വാദങ്ങൾ കൂടി കേൾക്കണമെന്ന് ഹർജിക്കാരന്റെ ഡോക്ടർ അനിൽകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചു. അങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ സംഭവം, ഈ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടി, പിന്നീട് അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് പിന്നീട് ഗവർണറുടെ നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് കോടതിയിൽ ഒരു വളരെ വിശദമായ ഒരു വാദം എത്തിച്ചേർന്നത്. എന്തായാലും ആ വിഷയത്തിൽ പത്മനാഭ സേവാ സമിതി അവിടെ വെച്ച ചിത്രം എന്താണ്, അതെങ്ങനെയാണ് മതചിഹ്നമാവുക എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ്, വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ വിഷയം പരിഗണിച്ച ജസ്റ്റിസ് എൻ നഗരേഷ് ചോദിച്ചൊരു കാര്യം, എങ്ങനെയാണ് ഭാരതമാതാവിനെ ഒരു സ്ത്രീ, ഒരു പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് മിസ്റ്റർ സീനിയർ കൗൺസിൽ എന്നുള്ള കാര്യമാണ് ജസ്റ്റിസ് എൻ നഗരേഷ് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ തിങ്കളാഴ്ച ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് സർവകലാശാലയോടും അതോടൊപ്പം തന്നെ പോലീസിനോടും വളരെ വിശദമായ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അതിന് ഒരു ഗവർണർ വരുന്ന ഒരു പരിപാടിയിൽ പാലിക്കേണ്ട ഒരു ഡെക്കോറം, അല്ലെങ്കിൽ അവിടെ ഇത്തരം ഒരു ഗവർണറുടെ പദവിക്ക് നിരക്കാത്ത രൂപത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹർജിക്കാരൻ വാദിച്ചത് ഈ പരിപാടി റദ്ദാക്കാൻ തന്നെ കാരണം, നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ തന്നെ കാരണം, നേരത്തെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്ത ചില കാര്യങ്ങൾ ഈ സംഘാടകർ ലംഘിച്ചു. ഒന്ന്, ഈ ഒരു മതപരമായ ഒരു ചിഹ്നം വെക്കുക എന്നുള്ളത്. മറ്റൊന്ന്, ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നു, അത് വഷളായിക്കൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ട്. സ്വാഭാവികമായും ആ വിഷയത്തിൽ പോലീസ് ഒരു വിശദീകരണം നൽകണം. തിങ്കളാഴ്ച എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ആ സമയത്ത് യൂണിവേഴ്സിറ്റിക്ക് അകത്തും പുറത്തും ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ പോലീസ് നൽകണം. ഒപ്പം തന്നെ സർവകലാശാലയും, പ്രത്യേകിച്ച് കോടതി ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗവർണർക്ക് ആ രൂപത്തിൽ അങ്ങനെ ഇടപെടാൻ കഴിയില്ലേ, സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അങ്ങനെ കഴിയുമല്ലോ. പക്ഷേ സിൻഡിക്കേറ്റാണ് ഈ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കാൻ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റി സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ അധികാര പരിധി മറികടന്നുകൊണ്ട് ചാൻസലർ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുമ്പോൾ സർവകലാശാലയുടെ നിലപാട് കൂടി അതിനകത്ത് പ്രധാനമാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച സർവകലാശാലയോടും വിശദീകരണം തേടിയിരിക്കുന്നത്. തിങ്കളാഴ്ച സർവകലാശാലയും പോലീസും രണ്ടുകൂട്ടരും വിശദീകരണം നൽകണം. അതിനുശേഷം വിഷയം വീണ്ടും വളരെ വിശദമായ വാദം തുടരും. അതുവരേക്ക് താൽക്കാലികമായി ഈ വിഷയം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം പക്ഷേ ജസ്റ്റിസ് എൻ നഗരേഷ് അംഗീകരിച്ചിട്ടില്ല. എന്തായാലും തിങ്കളാഴ്ചയായിരിക്കും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി മുസ്തഫ.